ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടേസ്റ്റി കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എയർ ഫ്രയർ ചിക്കൻ ഗ്രില്ലാണ്. അപ്പോൾ എയർ ഫ്രയറിൽ ചിക്കനും വെജിറ്റബിൾസും എങ്ങനെ ഗ്രില്ല് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1000 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 kg ചിക്കന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ വെളുത്തുള്ളിയാണ് ഇഷ്ടം, നന്നാക്കാനൊക്കെ കുഴപ്പമില്ലെങ്കിൽ ചെറിയ വെളുത്തുള്ളി എടുക്കാം കേട്ടോ. ചെറിയ വെളുത്തുള്ളിയൊക്കെ ആയിരിക്കും നല്ല ഫ്ലേവറൊക്കെ. പിന്നെ എയർ ഫ്രയറിൽ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. സാധാരണ ഓവനിൽ ഗ്രില്ല് ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ല അടിപൊളിയാണ്, നമുക്ക് ഭയങ്കര ഈസിയാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത്രയും എയർ ഫ്രയർ കൊണ്ട് ഇത്ര ഉപയോഗമൊക്കെ ഉണ്ടെന്ന്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എയർ ഫ്രയറിൽ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ട്. മസാല നമുക്ക് റെഡിയാക്കാം. ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഒരു കുറച്ച് 6-7 കുരുമുളക്, 3 ടേബിൾ സ്പൂൺ പുളി കുറഞ്ഞ തൈര്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതേ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, സ്കിന്നൊന്നും റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഫുൾ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുമല്ലോ, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇതിൽ ഞാൻ ചിക്കൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുവാണ്, ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുവാണ്. പിന്നെ ഇതിൻ്റെ ഇന്നർ പോർഷൻസ് ഒന്ന് കട്ട് ചെയ്തങ്ങ് ശരിക്കും നന്നായിട്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുവാണ് കേട്ടോ. എനിക്ക് എയർ ഫ്രയറിൽ ഗ്രില്ല് ചെയ്യണത് കുക്കിംഗ് റേഞ്ചിലും ഓവനിലൊക്കെ ഗ്രില്ല് ചെയ്യുന്നേക്കാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുക്കിംഗ് റേഞ്ചിലൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതിങ്ങനെയല്ല, ഇത് നമ്മുടെ ചിക്കനിൽ നിന്നുള്ള എണ്ണയും കൊണ്ട് നല്ല ഒട്ടും ഓയിലില്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കാൻ പാകത്തിന് തേച്ച് കൊടുക്കുക. ഈ മസാലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് ഈ മസാല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോൾ ഗ്രീൻ ചില്ലി മാത്രം വേണ്ടവർ അങ്ങനെ ചെയ്യുക. ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് ചെയ്യുക. പക്ഷെ എങ്ങനെ ചെയ്താലും എനിക്ക് തോന്നുന്നു എയർ ഫ്രയറിൽ ചെയ്യുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഒരു 3-4 hours എന്തായാലും വെക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നേരം വെക്കുമ്പോൾ ഫ്രിഡ്ജിലാണ് നല്ലത്. അപ്പോൾ മാരിനേഷന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ കട്ട് ചെയ്യുവാണ് കേട്ടോ. പൊട്ടറ്റോ ഈ വെഡ്ജ് ഷേപ്പിൽ കട്ട് ചെയ്യുവാണ്. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്തു. ഒരു പൊട്ടറ്റോ വലിയ പൊട്ടറ്റോ ആട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു പൊട്ടറ്റോ ആണ് എടുത്തത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും ഇടാം. പിന്നെ ഞാൻ ഈ പൊട്ടറ്റോയുടെ കൂടെ പിന്നെ വീണ്ടും ക്യാപ്സിക്കം, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ക്യാപ്സിക്കം എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്ത് വെക്കുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് സവാള, പിന്നെ ഇതിലോട്ട് ക്യാരറ്റ്, ബ്രോക്കോളി, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ഞാനതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. വെജിറ്റബിൾസ് ആയാലും ഗ്രില്ല് ചെയ്യുമ്പം എയർ ഫ്രയറിൽ ചെയ്യുമ്പം നല്ലതാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ചെയ്യുമ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എനിക്ക് വെജിറ്റബിൾസ് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതാട്ടോ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ വെറുതെ അങ്ങ് ഗ്രില്ല് ചെയ്യുമ്പോൾ അത്ര ഒരു നന്നായിട്ട് തോന്നാറില്ല. ഞാൻ എൻ്റെ എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ലൈനർ ഇട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ലൈനർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ആ കോട്ടിങ്ങിനൊന്നൊരു പ്രോബ്ലം ഒന്നും വരരുതല്ലോ. അപ്പോൾ വാഷ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ലൈനർ ഇട്ടിട്ടാണ് ചെയ്യാറ്. അപ്പം ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലോട്ട് വയ്ക്കുവാണ്. പിന്നെ ഇതിൽ ആ ചിക്കൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, ചിക്കൻ്റെ ഓപ്ഷനിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തു.
ഇത് 180 ഡിഗ്രിയിൽ 27 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഒരു സൈഡ് ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ ഞാനൊന്ന് മറച്ചിട്ട് കൊടുക്കും. അപ്പം ഇതാ ഫുൾ ചിക്കൻ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ആ 27 കൊണ്ടൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരോടെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കും. പൊട്ടറ്റോ ഞാൻ ആ സെയിം മസാലയിൽ തന്നെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്തു. ഒലിവ് ഓയിലും ഒറിഗാനോവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ചിക്കൻ ഒരു സൈഡ് വെന്തല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ആ പൊട്ടറ്റോ മറ്റുള്ള വെജിറ്റബിൾസിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ വെക്കണം, ടൈം വേണം. അപ്പോൾ അതുകൊണ്ട് പൊട്ടറ്റോ വെച്ച് കൊടുത്തു. ഇനി ഞാൻ 27 മിനിറ്റ്സ് കൂടെ ഇത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പൊട്ടറ്റോയും ചിക്കനും കൂടെ ഒരുമിച്ചാണ് പുറത്തെടുത്തത്. അതിനുശേഷം പിന്നെ ഈ വെജിറ്റബിൾസ്, ഈ ക്യാപ്സിക്കവും ഒനിയനും കൂടെ ഒന്ന് ഒലിവ് ഓയിലും കുറച്ച് ഉപ്പും ഒറിഗാനോയും കൂടെ വെച്ച് മാരിനേറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ ചിക്കനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതും കൂടെ ഒന്നൊരു വെജിറ്റബിൾസ് ഒരു 5 മിനിറ്റ് കേട്ടോ, 5 മിനിറ്റേ ഞാൻ വെച്ചുള്ളൂ. 200 ഡിഗ്രിയിൽ 5 മിനിറ്റ് കൂടെ വെച്ചു. അപ്പം വെജിറ്റബിൾസും റെഡിയായി. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ജ്യൂസി സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയർ വാങ്ങിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നവർ വേഗം വാങ്ങിച്ചോളൂ. എയർ ഫ്രയറിൽ ചിക്കൻ ഗ്രില്ല് ചെയ്ത് അടിപൊളിയാണ്. വെജിറ്റബിൾസ് ആയാലും കുറച്ച് ഓയിലും ആഡ് ചെയ്താൽ മതി, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ടും അറിയിക്കുക. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.